വെള്ളപ്പൊക്കമോ പ്രശ്നങ്ങൾ വന്ന് അങ്ങനെ ചെടിക്കൊരു സ്ട്രെസ്സ് കയറിയ ചെടിയാണെങ്കിൽ പോലും നമുക്കിതിനെ സ്പ്രേ ചെയ്തിട്ട് നമുക്ക് ആ ചെടീനെ റിക്കവർ ചെയ്തെടുക്കാൻ പറ്റും. ഞങ്ങൾ പരിചയപ്പെടുത്തുന്ന വേറൊരു പ്രൊഡക്റ്റാണ് എക്സൽ എന്ന് പറയുന്ന ഈ ഒരു പ്രൊഡക്റ്റ്. ഇത് കുറേ അധികം കാര്യങ്ങൾ നമ്മൾ ഇതിനെ പറ്റിയിട്ട് മനസ്സിലാക്കാനുണ്ട്. മഴ വരുന്ന സമയത്തും അതിയായ വെയിൽ വരുന്ന സമയത്തും ചെടീനെ സംബന്ധിച്ച് ചെടിക്കൊരു ബുദ്ധിമുട്ടുള്ള സാഹചര്യമാണ്. ഈ ഒരു സമയത്ത് ചെടിക്ക് നേരായ രീതിയിൽ ആഹാരം എടുക്കാനൊരു ബുദ്ധിമുട്ടുണ്ട്. കാലാവസ്ഥയിൽ എന്തൊക്കെയോ വ്യതിയാനങ്ങൾ വന്ന് ഇതിൻ്റെ ജീവന് അനുകൂലമല്ലാത്തൊരു കാലാവസ്ഥ വരുമ്പോൾ മനുഷ്യനെ പോലെ തന്നെ ചെടിക്കും ഒരു സ്ട്രെസ് ഉണ്ടാവും ഉള്ളിൽ. അപ്പോൾ ആ സ്ട്രെസ് വരുമ്പോൾ ആവശ്യത്തിനുള്ള ഫുഡ് കഴിക്കുക എന്നുള്ളത് ചെടീനെ സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ ഇത് സ്ട്രെസ് മാനേജ്മെൻറ്റിന് ഏറ്റവും ബെസ്റ്റായിട്ട് പറ്റുന്നൊരു പ്രൊഡക്റ്റാണ്. ഇത് സൗത്ത് ആഫ്രിക്കൻ കോസ്റ്റലിൽ മാത്രം ആ ഒരു സീല് മാത്രമേ നമുക്ക് ഈ പറയുന്ന ഇനത്തിൽപ്പെട്ട, ഇതൊരു സീവീഡ് ആണെങ്കിലും എക്ലോണിമ മാക്സിമ എന്ന് പറയുന്ന ഒരു സ്പീഷീസാണ്. ഇത് വളരെ റെയറാണ്, വേൾഡിൽ തന്നെ റെയർ ആയിട്ടുള്ള ഒരു ഐറ്റമാണത്. ഇൻ്റർനാഷണലി സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. ആഫ്രിക്കയിൽ നമ്മൾ ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത മനസ്സിലാക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കടലിൽ പല വിധത്തിൽപ്പെട്ട കടൽപ്പായലുകൾ വളരുന്നുണ്ടെങ്കിലും ഈ ഒരു ഇനത്തിനെ പറ്റിയിട്ട് ശ്രദ്ധിക്കാൻ കാരണം ഒരു ദിവസം 30 സെൻറ്റിമീറ്റർ ഗ്രോത്ത് റേറ്റ് ഉണ്ട് ഇതിന്. കടലിലെ മുള എന്നാണ് ഇത് അറിയപ്പെടുന്നത്. മുളങ്കാട് പോലെ കടലിൻ്റെ അടിയിൽ ഇത് വളർന്ന് പന്തലിക്കും. ആ ഒരു വളർച്ചയുടെ നിരക്ക് കണ്ടിട്ടാണ് ഇതിനെ സെലക്ട് ചെയ്ത് ലാബിൽ ഇതിനെ ടെസ്റ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് ഇതിനകത്തുള്ള നാച്ചുറൽ പ്ലാന്റ് ഹോർമോൺ ഭയങ്കര കൂടുതൽ, പ്രൊഡക്ഷൻ ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ആ ഹോർമോൺ പ്രൊഡക്ഷനെ വീണ്ടും അവർ അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ ഇതിനകത്ത് ചെടിക്ക് സ്ട്രെസ്സിനെ ഒഴിവാക്കാൻ വേണ്ടി എത്ര സ്ട്രെസ്സുള്ള കാലാവസ്ഥയിലും വളരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഓക്സിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഇതിനകത്ത് വളരെ കൂടുതലാണ്. അപ്പോൾ ഓക്സിൻ കണ്ടന്റ് കൂടുതലായതുകൊണ്ട് ഈ ഓക്സിനാണ് ചെടിയുടെ വേരിൻ്റെ വളർച്ചയെ കൂടുതൽ സഹായിക്കുന്നത്. ബുദ്ധിമുട്ടിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ ഇത് ചെടിക്ക് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ നോർമലി ചെടിക്കുള്ളിൽ ഹോർമോണൽ ബാലൻസ് ഇത് കറക്റ്റ് ചെയ്യുന്നു. രണ്ടാമത് റൂട്ടിൻ്റെ കൂടിയ വളർച്ചയ്ക്ക് ഇത് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കും. അപ്പോൾ ചെടിയിൽ നന്നായിട്ട് റൂട്ട് പ്രൊഡക്ഷൻ നന്നായിട്ട് നടക്കും. സ്ട്രെസ് മാനേജ്മെൻറ്റ് നന്നായിട്ട് മാനേജ് ചെയ്യും. വെള്ളത്തിൻ്റെ അടിയിൽ വളരുന്ന പായലിൻ്റെ വിഭാഗത്തിൽ, പായൽ മനസ്സിലാകാൻ വേണ്ടി പായൽ എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽ നമുക്ക് പറയാം. അത് വളരെ കൂട്ടമായിട്ട് ചില ഭാഗത്ത്, എല്ലാ ഭാഗത്തും എല്ലാ ചെടികളും വളരുകയില്ല. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഏലം എന്ന് പറഞ്ഞൊരു കൃഷി നമ്മുടെ മനസ്സിൽ വരുമ്പോൾ ഇടുക്കി എന്ന് പറഞ്ഞൊരു ഭാഗം, വയനാട് എന്ന് പറഞ്ഞൊരു ഭാഗം, അപ്പോൾ അങ്ങനെ ലോകത്തിൻ്റെ തണുപ്പ് കൂടിയ ചെറിയ ഭാഗങ്ങളിൽ മാത്രം ഇത് ഓരോന്നിനും വളരാൻ ഒരു പ്രത്യേക കാലാവസ്ഥ വേണം. ഇത് വളരുന്നത് -ഡിഗ്രിയിലാണ്. കടലിൻ്റെ അടിയിലാണെങ്കിലും -ഡിഗ്രി ടെമ്പറേച്ചറിൽ മാത്രമേ ഇത് വളരുള്ളൂ. അതുപോലെ ഏറ്റവും പ്യുവറായിട്ടുള്ള വാട്ടർ വരുന്ന ഭാഗത്ത് വെള്ളം ഏറ്റവും ശുദ്ധമായിരിക്കണം, -ഡിഗ്രി ആയിരിക്കണം. അങ്ങനെയുള്ള ഒരു ക്ലൈമറ്റിൽ മാത്രമേ ഇത് വളരുള്ളൂ. ഇത് ഇൻ്റർനാഷണലി ഓർഗാനിക് സർട്ടിഫൈഡ് ആണ്. അതുകൂടാതെ ഇത് ഹാർവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 8 മണിക്കൂർ കൊണ്ട് കംപ്ലീറ്റ് ചെക്കിംഗ് പ്രോസസ്സ് എല്ലാം കഴിഞ്ഞ് ഇതിനെ നാച്ചുറലായിട്ട് പ്രസ് ചെയ്തിട്ട് ഇതിനകത്തു നിന്നുള്ള ഒരു ന്യൂട്രിയൻ കമ്പോണൻറ്റ് പോലും വേസ്റ്റ് ആകാത്ത രീതിയിൽ ഇതിനെ ക്രഷ് ചെയ്ത് ആ കണ്ടൻ്റാണ് ഇതിനകത്ത് പാക്ക് ചെയ്ത് വരുന്നത്. കൊടുത്തു കഴിഞ്ഞാൽ ഈ ഫ്ലവർ ഡ്രോപ്പ് വരുന്ന സമയത്താണെങ്കിലും, പൂവോ കായോ നിങ്ങൾക്ക് കൊഴിച്ചിൽ വരുന്ന സമയത്താണെങ്കിലും ഇത് കൊടുത്തു കഴിഞ്ഞാൽ കൊഴിച്ചിലിനെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. മഴ നന്നായിട്ട് വെള്ളം കെട്ടി നിങ്ങളുടെ ഫീൽഡിൽ നന്നായിട്ട് ചെടി വെള്ളം കെട്ടി നിന്ന് ചെടിക്ക് അങ്ങനെ ഒരു വാട്ടം പിടിച്ച സമയത്താണെങ്കിലും നമ്മൾ ഇതിനെ സ്പ്രേ കൊടുത്താൽ ആ ചെടീനെ റിക്കവർ ചെയ്തെടുക്കാൻ പറ്റും. വാഴ നടുന്ന ഭാഗത്താണെങ്കിലും വാഴത്തോട്ടത്തിലും ഇതേപോലെ പാവൽ, പയറ്, വെണ്ട നമ്മൾ എന്ത് നട്ടു ഒരു വെള്ളപ്പൊക്കമോ പ്രശ്നങ്ങൾ വന്ന് അങ്ങനെ ചെടിക്കൊരു സ്ട്രെസ്സ് കയറിയ ചെടിയാണെങ്കിൽ പോലും നമുക്കിതിനെ സ്പ്രേ ചെയ്തിട്ട് നമുക്ക് ആ ചെടീനെ റിക്കവർ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇപ്പോഴും ഈ തക്കാളിക്കാണെങ്കിൽ നമ്മളവിടെ കണ്ട തക്കാളിക്കാണെങ്കിൽ നമ്മൾ ആ കാൽബി എന്ന് പറഞ്ഞ ആ പ്രൊഡക്റ്റ് കൊടുക്കുന്നതിൻ്റെ കൂടെ ഇതിനെ കൂടി 2 മില്ലി 1 ലിറ്റർ വെള്ളത്തിലേക്ക് കോമ്പിനേഷനായിട്ട് നമ്മൾ സ്പ്രേ കൊടുക്കുക. ചെറിയ അളവ് മതി, കൂടുതൽ കൊടുക്കേണ്ട. വെറും 2 മില്ലി 100% ഓർഗാനിക് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. ബെസ്റ്റ് സൊല്യൂഷൻ തരുന്ന പ്രൊഡക്റ്റാണ് ഇത്. വാഴക്കൃഷിയിലാണെങ്കിൽ കൊലയ്ക്ക് നമുക്ക് സ്പ്രേ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. ചുണ്ടൊക്കെ ഒടിച്ചതിന് ശേഷം കൊലയിൽ നമ്മൾ ഈ കാൽഷ്യം ബോറോണും ഈ പറയുന്ന ഒരു ഉൽപ്പന്നവും കൂടി ചേർത്തിട്ട് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കണം.
സ്പ്രേ ചെയ്ത് കൊടുക്കാത്ത ഭാഗത്ത് വരുന്ന ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കൊല വെട്ടി നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യുമ്പോൾ ചില കായലെല്ലാം ഒരു ചെമ്പ് നിറത്തിൽ ഒരു പൊട്ടൽ പാട് നമുക്ക് കാണാൻ പറ്റും. ഒരു ചെമ്പ് നിറത്തിൽ ബ്രോൺസ് ഡിസീസ് എന്ന് പറഞ്ഞൊരു പ്രശ്നം വരുന്നുണ്ട്. ആ ഒരു പ്രശ്നം വരുന്നത് ഏതൊരു ഫ്രൂട്ടിൻ്റെ ആണെങ്കിലും ആദ്യം ഉണ്ടാകുന്ന ഒരു ഭാഗം അതിൻ്റെ തൊലി ഉള്ളൊരു ഭാഗമാണ്. ആ ഉണ്ടായ ആ ഒരു ബലൂൺ പോലത്തെ ആ ഒരു ഭാഗത്തിനകത്തേക്ക് ഇലയിൽ ചെടി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫുഡിനെ പ്രോസസ്സ് ചെയ്ത ഫുഡിനെ കൊണ്ടുവന്നിട്ട് ഈ ബലൂൺ പോലത്തെ ഫ്രൂട്ട് പാർട്ടിനകത്തേക്ക് നിറയ്ക്കുമ്പോഴാണ് നമുക്ക് വലിപ്പമുള്ളൊരു ഫ്രൂട്ടായിട്ട് കിട്ടുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ ചെടി കൊണ്ടുവന്ന് ട്രാൻസ്ഫർ ചെയ്ത് ഇതിനകത്ത് ഫില്ല് ചെയ്യുന്ന സമയത്ത് ഈ ബലൂൺ പോലെയുള്ള പുറന്തോട് ഭാഗം ശരിക്കും ഫ്ലെക്സിബിൾ ആക്കി കൊടുക്കുകയാണെങ്കിൽ മാത്രമേ മാക്സിമം ന്യൂട്രിയൻ്റ് ഇതിനകത്ത് ഫിനിഷ്ഡ് ആയിട്ടുള്ള ആ ഒരു പോഷകങ്ങൾ ഇതിനകത്ത് നിറഞ്ഞ് വലിപ്പത്തിലുള്ള നല്ലൊരു ഫ്രൂട്ട് നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇലയിൽ നിന്ന് ഒത്തിരി പുതിയ ഫൈനലായിട്ടുള്ള ഫുഡ് അവിടുന്ന് ഇവിടെ കൊണ്ടുവന്നിട്ട് ഈ പറയുന്ന ഫ്രൂട്ടിനകത്ത് നിറയ്ക്കാൻ പറ്റുന്നില്ല എങ്കിൽ പെട്ടെന്നൊരു കൂടുതലായിട്ട് വെള്ളം കിട്ടുമോ, ഒരു കാലാവസ്ഥ സഹായം കിട്ടുമോ, നമ്മളൊരു വളം കൂടുതൽ കൊടുക്കുകയോ ചെയ്യുമ്പോൾ ഇലയിൽ നിന്ന് വരുന്ന അധികമായിട്ട് വരുന്ന ആ ഒരു ഫ്രൂട്ടിൻ്റെ കണ്ടൻറ്റ് ഇതിനകത്തേക്ക് വീണ്ടും പ്രഷർ കൊണ്ട് കയറാൻ നോക്കുമ്പോൾ തൊലി പൊട്ടും ഇതിൻ്റെ. അതാണ് ചില കായയുടെ എല്ലാം ഏത്തക്കായുടെ എല്ലാം തൊലി പൊട്ടി വിണ്ട് കീറുന്ന കാണാൻ പറ്റും. അപ്പോൾ ഈ തോടിനുള്ള ഫ്ലെക്സിബിലിറ്റി പോയി. ആ തോടിനുള്ള ഫ്ലെക്സിബിലിറ്റി പോകുമ്പോഴാണ് ഈ പറഞ്ഞൊരു ബ്രൗൺ ഷേപ്പിലുള്ള ചെറിയ ക്രാക്കിങ് ഇതിൽ കാണാൻ പറ്റും. അത് മിക്കവാറും എല്ലാ ഫ്രൂട്ടിലും നമുക്ക് കാണാൻ പറ്റും. ഓവറായിട്ട് ഈ ഫ്രൂട്ടിനകത്തേക്ക് പോഷകങ്ങൾ വന്ന് നിറഞ്ഞാൽ അത്രയും ഇതിന് ഫ്രൂട്ടിന് ഹോൾഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എത്ര വന്ന് നിറഞ്ഞാലും ആ ഫ്രൂട്ടിന് അത് ഹോൾഡ് ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ആ ഫ്രൂട്ടിൻ്റെ തോടിന് ഒരു എലാസ്റ്റിക് സ്വഭാവം ഉണ്ടാവണം, അഴഞ്ഞു കൊടുക്കാനുള്ളൊരു ഇത് വേണം. ആ അഴവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ കാൽഷ്യം ബോറോണും നമ്മൾ ഫ്രൂട്ടിൽ നമ്മൾ ആദ്യം സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറയുന്നത്. ബെസ്റ്റായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. അതേപോലെ ഈ തൈ വെച്ചു കഴിഞ്ഞിട്ട് ഏറ്റവും ആദ്യം നിങ്ങളൊരു സ്പ്രേ ഈ പറയുന്ന എക്സൽ കൊടുത്തു കഴിഞ്ഞാൽ വേരിൻ്റെ വളർച്ച ഭയങ്കര ഫാസ്റ്റായിരിക്കും, വളരെ വേഗത്തിൽ വേര് പിടിക്കും. അപ്പോൾ ഒരു തൈക്ക് സ്പ്രേ ചെയ്യാന്ന് പറഞ്ഞാൽ ചെറിയ അളവ് മതി. ചെറിയ അളവ് കൊണ്ട് നിങ്ങൾക്ക് ഈ പറയുന്ന ഏരിയ കംപ്ലീറ്റ് ചെയ്യാം. അതുപോലെ വിത്ത് നമ്മൾ വെള്ളത്തിൽ സോക്ക് ചെയ്യുന്ന വിത്താണെങ്കിൽ, കുതിർത്ത് നടുന്ന വിത്താണെങ്കിൽ, നെൽവിത്താകട്ടെ, പച്ചക്കറി വിത്താകട്ടെ, വാഴ കന്നാകട്ടെ, അതുപോലെ നമ്മൾ വെള്ളത്തിൽ മുക്കി നടേണ്ട സാധനങ്ങൾ ഏതിനെയും നമ്മൾ 1 ലിറ്റർ വെള്ളത്തിൽ 2 മില്ലി എന്നുള്ള രീതിയിൽ നമ്മൾ ഈ എക്സൽ ഒഴിച്ചിട്ട് നമ്മൾ അതിനകത്ത് ഡിപ്പ് ചെയ്തിട്ട് നട്ട് കഴിഞ്ഞാൽ വിത്താണെങ്കിലും ഈ സീഡായിട്ട് നടന്ന അല്ലെങ്കിൽ തൈയായിട്ട് നടുന്നതാണെങ്കിലും വളരെ വേഗം വേര് പിടിച്ച് ചെടി സൂപ്പറായിട്ട് കയറിപ്പോരും.